ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നാളെ മാത്സ് എക്സാം നിങ്ങൾ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി ലെവലിലുള്ള, അതും KTU നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന്റെ ആദ്യത്തെ പരീക്ഷ എഴുതാൻ പോവുകയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നാളെ പരീക്ഷ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ടോപ്പ് കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ റിവ്യൂമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തും. സോ നമുക്ക് ഇന്ന് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 3 മിനിറ്റ് മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം നിങ്ങൾ ഇനി എത്ര പഠിച്ചവരാണെങ്കിലും പഠിക്കാത്തവരാണെങ്കിലും നിങ്ങൾ ആ പരീക്ഷാ ഹാളിൽ 2.5 മണിക്കൂറിൽ എന്തൊക്കെ ആ പരീക്ഷാ ഹാളിനകത്ത് തരുന്ന ആൻസർ ഷീറ്റിൽ കാണിച്ചു കൂട്ടുന്നു എന്നതിനാണ് മാർക്ക്. അപ്പോൾ ഇപ്പോഴും കണക്കനുസരിച്ച് നമ്മുടെ KTUവിൽ 50% വിദ്യാർത്ഥികൾക്ക് സപ്ലിയാണ്. അതും മാത്സ് പോലുള്ള വിഷയം എടുത്തു കഴിഞ്ഞാൽ സപ്ലിയുടെ നിരക്ക് കൂടും. ഇത് എങ്ങനെ ഒഴിവാക്കാം, എന്ത് ട്രിക്ക് ഉപയോഗിക്കാം എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കൃത്യമായിട്ടുള്ള മനസ്സിലുണ്ടാവണം നിങ്ങൾ എത്ര മാർക്കാണ് മേടിക്കാൻ പോകുന്നത്. നല്ല പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ OS തന്നെ സ്കോർ ചെയ്യണം, OS തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ലക്ഷ്യം വെക്കണം. അല്ലാത്തവരാണ് എങ്കിൽ എങ്ങനെ പാസ് മാർക്ക് ഒപ്പിക്കുക എന്നുള്ളതാണ്. പാസ് മാർക്ക് എത്ര മാർക്കാണ്? 24 മാർക്ക്. ഇന്റേണൽ എല്ലാം നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നിരിക്കട്ടെ, വളരെ കുറച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്റേണലിൽ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ളവർ മാറ്റി നിർത്തുകയാണ്. അല്ലാതെ ഇന്റേണലിൽ ഒരുവിധം മാർക്ക് കിട്ടി, നിങ്ങൾക്ക് ഇനി പാസ്സാവാൻ ടോട്ടൽ എത്ര മാർക്ക് വേണം? ടോട്ടൽ 50 മാർക്കോ അതിൽ കൂടുതലോ വേണം. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സ്റ്റേണൽ എക്സാം 60 മാർക്കിന് എഴുതുന്നതിൽ നിങ്ങൾക്ക് മിനിമം 24 മാർക്ക് വേണം. അതാണ് പാസ് മാർക്ക്. അത് ഒപ്പിക്കാൻ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഞാൻ പറയാം. 4 മൊഡ്യൂളുകളുണ്ട്. 4 മൊഡ്യൂളുകളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വെച്ച് 3 മാർക്കിന്റെ ടോട്ടൽ 24, അതായത് 6 ക്വസ്റ്റ്യൻ, 4 ഓരോ 8 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, അങ്ങനെ 4 മൊഡ്യൂളിൽ നിന്ന് 8 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക്, അങ്ങനെ 24 മാർക്ക് പാർട്ട് എ. ഇതിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണാൻ പറ്റും. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 1 ആണ്, അടുത്ത 2 ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 2 ആണ്. അപ്പോൾ ഓരോരോ മൊഡ്യൂളിൽ നിന്നും നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ പഠിച്ചുകൊണ്ട് പോവുക. നിങ്ങൾക്ക് ആൻസർ അറിയില്ല എങ്കിലും ആ ക്വസ്റ്റ്യൻ അതുപോലെ എഴുതുക, അതിന്റെ മെത്തേഡ് എഴുതുക, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വയ്ക്കുക. മീൻസ് ഞങ്ങൾക്ക് ഒട്ടും അറിയില്ല എങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് അറ്റ്ലീസ്റ്റ് 1 മാർക്ക്, ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര? 8 ക്വസ്റ്റ്യന് 8 മാർക്ക്. ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത്, ഏറ്റവും ചുരുങ്ങിയത്. അതിൽ 2 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് നല്ല അറിയാമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാം കൂടി അതിൽ നിന്ന് 10 മാർക്ക് ഒപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പാർട്ട് എയിൽ നിന്ന് ഞാൻ ഏറ്റവും ചുരുങ്ങിയ കേസാണ് പറയുന്നത് മക്കളെ, 10 മാർക്ക്. എന്നിട്ട് പാർട്ട് ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻ ഉണ്ട്. 4 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ 9 മാർക്കാണ്. ഇതേ രീതി, അതായത് മൊഡ്യൂൾ 1ൽ നിന്ന് ഇപ്പോൾ ഏജന്റ് വെക്ടർ, ഇപ്പോൾ ഗ്രൂപ്പ് ബി ആൻഡ് സി ആണെങ്കിൽ ഏജന്റ് വെക്ടേഴ്സ്, ഏജന്റ് വാല്യൂസ്, നിങ്ങൾക്ക് വേറെ ഒരു ഓപ്പറേഷനും അറിയില്ല, പക്ഷേ അതിന്റെ നിങ്ങൾക്ക് മെയിൻ ഇക്വേഷൻ അറിയാം, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയാം, ചെയ്ത് വെക്കുക. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓരോ ക്വസ്റ്റ്യനും നിങ്ങളുടെ ഇനിഷ്യൽ ആൻസറിന് മാർക്കുണ്ട്, ബോഡി സ്ട്രക്ചറിന് മാർക്കുണ്ട്, ഫൈനൽ ആൻസറിന് മാർക്കുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഇരിപ്പുണ്ട് ഒന്ന് വെച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് ഫൈനൽ ആൻസർ ഓപ്പറേഷൻ വെച്ച്, കാൽക്കുലേറ്റർ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ ഓപ്പറേഷൻ വെച്ച് ഫൈനൽ ആൻസർ കിട്ടും. ഞാൻ വെറുതെ പറയുന്നില്ല, ഏജന്റ് വാല്യൂസ് ഉൾപ്പെടെ ഫൈനൽ ആൻസർ കിട്ടും. ആ ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്ന കുറച്ച് ട്രിക്ക് ഉണ്ടല്ലോ, എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒപ്പിച്ച് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ എടുത്ത് വെച്ച് ഇക്വേഷൻസ് എല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഫൈനൽ വാല്യൂസ് അത് നോക്കി എഴുതി കഴിഞ്ഞാൽ ഡയറക്റ്റ് മാർക്ക് കിട്ടും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ 9 മാർക്കാണ്. ഓക്കെ, അതിന്റെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നിരിക്കട്ടെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എല്ലാം എഴുതുമ്പോൾ ഫൈനൽ ആൻസർ ഒന്നും ശരിയായില്ല, ഏറ്റവും അഡ്വേഴ്സ് സിറ്റുവേഷൻ, 2 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന് എത്ര മാർക്ക് കിട്ടും? നിങ്ങൾ തന്നെ പറയും, ഒരു ക്വസ്റ്റ്യൻ എത്ര മാർക്ക് കിട്ടും? എ പാർട്ട് 2 മാർക്ക്, ബി പാർട്ട് 2 മാർക്ക്. നിങ്ങൾ ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ ചെയ്ത് വെക്കുന്നതിന് 2 മാർക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ 4 മൊഡ്യൂളും കൂടെ ചേർത്തിട്ടോ 16 മാർക്ക് കിട്ടും. ഏറ്റവും ചുരുങ്ങിയത് 16 മാർക്ക്. ഈ 16 മാർക്കും ആദ്യം കിട്ടിയ 10 മാർക്ക്, 26 മാർക്ക് മക്കളെ നിങ്ങൾ പാസ്സായി. അപ്പോൾ വളരെ സിമ്പിളാണ്, തോൽക്കാനാണ് പാട് എന്ന് ഞാൻ പറയും. കൃത്യമായിട്ട് നിങ്ങൾ ഓരോരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ഇക്വേഷൻസും മെത്തേഡും മാത്രം പഠിച്ചു വയ്ക്കുക. മീൻസ് ഇനി ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ, പഠിച്ചവരാണെങ്കിൽ ഇതെല്ലാം പ്രോപ്പറായിട്ട് എഴുതി ഫുൾ മാർക്കിലേക്ക് എത്താനുള്ള വലിയൊരു സ്കോപ്പ് ഉണ്ട്. സോ നിങ്ങൾ ആൻസർ തെറ്റിച്ചാലും വലിയ സീനൊന്നുമില്ല, കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചെയ്ത് വെച്ച മെത്തേഡിനാണ് മാർക്ക്. സോ സിമ്പിളായിട്ട് പാസ് മാർക്ക് ഉറപ്പിക്കാം.